നമസ്കാരം. നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് വിൻഡോ വീണു എന്നതാണ് രാജ്മോഹൻ ഇന്നത്തെ ഏറ്റവും ഹോട്ട് സബ്ജക്ട്. അതെ അതെ. പക്ഷെ അത് നമുക്ക് വിഷയം അറിയാത്തത് കാരണം അറിയാൻ പാടില്ലാത്ത വിഷയം. എന്തായാലും ഈ മാറുന്ന കാലത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ നോക്കണം. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോ ക്രാഷായപ്പം കൊച്ചിയിലെ പല വിമാനങ്ങളും ഓടാതായി. ബ്രിട്ടനിലെ സ്കൈനീസ് സംപ്രേഷണം നടത്തി. അപ്പം ഈ ലോകം ഈ ടെക്നോളജിയോട് എത്രമാത്രം ആശ്രയിക്കുന്നുള്ളതാണ്. അതായത് ഇതിന് ശരിയായി വരാൻ സമയം എടുക്കും. കാരണം മൈക്രോസോഫ്റ്റ് ശരിയായാലും ഈ പറഞ്ഞ ബുക്കിംഗ് എല്ലാം പോയി, വിമാനങ്ങളുടെ ചെക്കിങ് നടക്കുന്നില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നു, ചെക്കിൻ്റെ ഇടയിലായിരിക്കും പല വിമാനം പോകുന്നത്, ബുക്കിങ്ങിൻ്റെ ഇടയിലായിരിക്കും പലതും പോകുന്നത്. അത് എത്ര പേർക്കൊണ്ടൊന്നും അറിയത്തില്ലാത്ത കംപ്ലീറ്റ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ്. ടെക്നോളജിയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി തീർന്നു. അത് ആഗോളതലത്തിൽ തന്നെ പിന്നെ തീർന്നു പോയി. പിന്നെ അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ലോറിയും കൊണ്ട് പോയി അല്ലേ? അത് എങ്ങനെയാണ്? അതിപ്പം ഈ ലോറി കാണുന്നില്ല, പക്ഷേ അവരിത് പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം പുഴയിൽ അവിടെ ഇല്ല എന്നാണ് നേവിയുടെ സെർച്ചിൽ മനസ്സിലായത്. അദ്ദേഹം ഇവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോറി ഭാരത് ബെൻസിൻ്റെ വളരെ ആധുനിക സംവിധാനങ്ങളുള്ള ലോറിയാണെന്നാണ് ആരൊക്കെ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അതിനകത്ത് തന്നെ ഉണ്ടാകുമോ ഒരു പിടിയില്ല. എന്തായാലും അത് ഭയങ്കര ദയനീയമായി പോയി. എന്തായാലും കേന്ദ്ര സർക്കാരും ഇവിടുത്തെ കേരള സർക്കാരും എല്ലാവരും സജീവമായിട്ട് ഇടപെട്ടു. അപ്പോൾ വൈകിപ്പോയി എന്നുള്ളത് സത്യമാണ്. എന്തായാലും നമ്മുടെ മേയറന്മാർ രക്ഷപ്പെട്ടു. കാരണം ഇതിനെക്കുറിച്ച് ചർച്ചകളൊന്നും അധികം വരുന്നില്ല. താല്പര്യം കുറഞ്ഞു. അത് ഞാനിന്ന് രാവിലെ നമ്മുടെ അമലിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അന്ന് മനുഷ്യ അദ്ദേഹത്തിൻ്റെ ബോഡി ഇട്ടതിന് ശേഷം പിന്നെ അവിടെ എന്തെങ്കിലും അവിടെ വൃത്തിയാക്കാൻ വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അല്ല, ഇവർ വൃത്തിയാക്കിയാലും ഇതിൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇവരുടെ വൃത്തിയാക്കൽ എന്താണ്? ഈ ഓടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കോരി കരയിലിടുക എന്നുള്ള വൃത്തിയാക്കുക. തിരിച്ചങ്ങ് പോയിക്കോളൂ. ഈ പെരിന്തനരു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറയ്ക്കടുത്തുള്ള ഒരു ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പെരിന്തനരു പമ്പയാറില്ല. അപ്പം പെരിന്തനരുവിൽ നിന്ന് പമ്പയാറ് തീരത്തോട് പോകണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളൂ. ഈ മഴ പെയ്യുമ്പോൾ അവിടെ ചെറിയ ചെക്ക് ഡാം കിട്ടും. ചെക്ക് ഡാമല്ല, മിനി ഡാമുണ്ട്. ഈ 5 മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു പദ്ധതി, നല്ല പദ്ധതിയാണ്. ജർമ്മൻ ടെക്നോളജി വെച്ചുള്ളൊരു പദ്ധതി. അത് വലിയ വെള്ളച്ചാട്ടമൊന്നും വേണ്ട, ഇങ്ങനെ കറങ്ങിപ്പോയി. പക്ഷെ മഴ പെയ്യുമ്പോൾ ഈ മണൽ വന്നിട്ട് മൂടുകയും, അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ കോരി അങ്ങോട്ട് ഇടും. പിന്നെ ആ മണലെല്ലാം കൂടി ഇങ്ങോട്ട് ഈ മണൽ ലേലം ചെയ്ത് വിൽക്കാം. പക്ഷെ അതിന് നൂലാമാലകളാണ്. അപ്പോൾ അത് തിരിച്ചു വരും. പിന്നെ കുറച്ച് പേരൊക്കെ മോഷ്ടിക്കും. ആ ഡാമാണ് ഒരിക്കലും ഒരു പ്രാന്തം പോയി തുറന്നത്. അത്ര സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതുപോലെയാണ് ഇവിടുത്തെ ഈ ചെളി നീക്കലും. നമ്മുടെ ചെളി നീക്കുക എന്ന് പറയണമെങ്കിൽ ഇത്രയും പറ്റൂ ഇവർക്ക്. ഇവർ വെറുതെ ചെളി കോരിയിടിയേ, ചെളി അവിടെ കൊണ്ടിടും. പണ്ട് വെള്ളപ്പശാല കൊണ്ടിടായിരുന്നു, അത് നടക്കൂല. അത് പോയി. നാട്ടുകാർ ഇടപെട്ട അവസാനം അത് പോയി. ഇതുകൊണ്ട് കത്തിക്ക് ഇവർക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. വർഷം 15%, അതായത് തിരുവനന്തപുരം നഗരസഭയുടെ ബജറ്റിന്റെ 15% ഈ വേസ്റ്റ് മാനേജ്മെന്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താണെന്നറിയോ, ലോറി മേടിക്കുക, യന്ത്രം മേടിക്കുക, വണ്ടി മേടിക്കുക, എല്ലാം കമ്മീഷനാണല്ലോ. എല്ലാം കമ്മീഷൻ. എന്നിട്ട് ഈ മേടിക്കുന്നതിന് ഉപയോഗിക്കുന്നില്ല. പുതിയ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്യും. ഇടയ്ക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന എന്തോ ഒരു ഭയങ്കര ഒരു കുറേ പുഴു കയറി എല്ലാവരും എടുത്ത് വെളിയിൽ ഒരു സംഗതി മാറ്റാനുള്ളത്. അതെല്ലാം എടുത്ത് വെളിയിൽ എന്തോ പൊടി ഇട്ടാമെന്ന് പറഞ്ഞാൽ വെളിയിലിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തും. ഈ പരീക്ഷണങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റും. ഈ വിഹിതമെല്ലാം പാർട്ടിക്കാർക്ക്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ മരിച്ചപ്പോൾ ചർച്ചയായി. അതെല്ലാം റെയിൽവേയുടെ കുഴപ്പമായി. സത്യം പറഞ്ഞാന്ന് പറഞ്ഞില്ലേ, ഈ റെയിൽവേ ആണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നതെന്ന് തോന്നലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ അതെല്ലാം കഴിഞ്ഞു. കോടതി അമ്മയ്ക്ക് അത് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത പരിപാടികൾ. എന്തായാലും നമ്മളും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതല്ല. പിണറായിയുടെ ഭരണം 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ തുടരുമോ? അതെ. അത് തുടരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തേണ്ടത്? ആരാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതെ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്ത്. അല്ലെങ്കിൽ തന്നെ ഇന്ന് നിങ്ങളുടെ സുഹൃത്ത് സായി കൃഷ്ണ മനോരമ ഓൺലൈനിൽ അത് വളരെ ഗംഭീരമായിട്ട് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഈ ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഈ പാശ്ചാത്യ ലോകങ്ങളിൽ ശക്തമാണ്. ഇപ്പം നമ്മുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററായി നമ്മുടെ ഋഷി സുനക്. അതായത് പ്രതിപക്ഷ നേതാവിനെ അവർ വിളിക്കുന്നത് ഷാഡോ പ്രൈം മിനിസ്റ്റർ. ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാവും. അപ്പം അവിടെ ഓരോ ഹോം സെക്രട്ടറി, എല്ലാ വകുപ്പിനും ഓരോരുത്തരുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും അടുത്ത തവണ മന്ത്രിസഭ ഉണ്ടാക്കും പ്രധാന ആ വകുപ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ. ഇവർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ടോ? ഈ ഷാഡോ അധികാരമില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന് ഷാഡോ പ്രൈം മിനിസ്റ്റർക്ക് ഇതുപോലെ തന്നെ ഉപദേശം കൊടുക്കുകയും കാര്യങ്ങൾ. പക്ഷേ ആ പാർട്ടി ഈ വിഷയത്തിൽ ആധികാരികമായ അഭിപ്രായം പറഞ്ഞ അയാളാണ്. ആരാണ്? ഇപ്പം ഞാൻ പറഞ്ഞപ്പം ആഭ്യന്തരമന്ത്രിയുടെ ചുമതല ഒരാളുണ്ടെങ്കിൽ, ഇപ്പോൾ പോലീസ് അട്രോസിറ്റിയെ കുറിച്ച് വന്നാൽ അയാളാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ വന്നാൽ ജനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ കഴിവളക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു നിഴൽ മന്ത്രിസഭ എന്നുള്ളത് വളരെ
നല്ല ആശയമാണ്. പക്ഷേ ഇവരിപ്പം നെടുൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നത് വെറുതെ പേരിട്ടിട്ട് തട്ടിക്കൂട്ട് പരിപാടിയാണ്, നടക്കില്ല. അപ്പോൾ ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പം ഞാൻ ഇന്ന് ഒരു എം പിയുമായി സംസാരിച്ചു. എം പി എന്നോട് പറഞ്ഞു, ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ആ എം പി എന്നോട് പറഞ്ഞു, എം പിമാരുടെ ഒരു യോഗം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ആ വാർത്ത വന്നോ? അന്ന് വന്നിരുന്നു, ആ ദിവസം വന്നിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എം പിമാരുടെ യോഗം വിളിച്ചു. ഈ വലിയ എല്ലാവരുടെയും ഉണ്ട്, കാരണം നിവൃത്തിയില്ലാതെ വിളിച്ചതാണ്. അതായത് ഇവർക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന സഹായമാണ്. പക്ഷേ പിണറായിയുടെ കുഴപ്പമില്ല, പിണറായി ആകെപ്പാടെ അസ്വസ്ഥനാണ് പലതരത്തിലും. ഒന്ന്, അദ്ദേഹത്തിന് ശാരീരികമായി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട്, അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഇതെല്ലാം ചെയ്ത്, ഞാൻ പറഞ്ഞ അദ്ദേഹം ഇംഗ്ലീഷ് ഒരു പുസ്തകം എഴുതിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇനിയുള്ള പിണറായിയുടെ ജീവിതത്തിലെ ബാക്കി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അധികാരമായി, കാശായി, മക്കൾ നല്ല നിലയിലെത്തി, കോടീശ്വരന്മാരായി. ഇനി പിണറായിക്ക് വേണ്ടത് ചരിത്രത്തിൽ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവേശം കൊള്ളണം. ഇതാണ് അങ്ങേർക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ഇത് ആവേശം കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന വഴി എന്ന് പറയുന്നത്, നാട്ടുകാർ വഴിയിൽ തെറി വിളിക്കും, വഴിയിലിറങ്ങത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന വഴി പുസ്തകമൊക്കെ എഴുതി ഇവരുടെ ഒരു ചരിത്ര നിർമ്മിതിയാണല്ലോ. അപ്പം മലബാർ കലാപം നമ്മൾ പല ശ്രദ്ധിക്കും, ചരിത്രം ഭയങ്കര കുഴപ്പം പിടിച്ചൊരു സാധനമാണ് ആണല്ലോ. മലബാർ കലാപം കൃത്യം 100 വർഷം ആകാൻ കാത്തിരുന്നു. 100 വർഷം വരെ ഇതേക്കുറിച്ചൊരു ചർച്ചയില്ല. 100 വർഷം കഴിഞ്ഞ് അതിലെ അവസാനത്തെ ആൾ മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനടി മലബാർ കലാപത്തിലെ വില്ലന്മാരൊക്കെ വലിയ സ്വാതന്ത്ര്യ സമരന്മാരും നായകന്മാരുമായി, സിനിമയായി, ചരിത്രം കംപ്ലീറ്റ് അതുവരെയുള്ള ലഭ്യമായ ചരിത്രം മുഴുവൻ മാറി. ഇത് തന്നെയാണ് തലശ്ശേരി കലാപത്തെക്കുറിച്ച് പിണറായി മരുമകൻ്റെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയ നായകന്മാരെല്ലാം പ്രതിനായകന്മാരും നേരെ തിരിച്ചുപോയി. സത്യത്തിൽ CPM-കാരാണ് അവിടെ മുസ്ലിം പള്ളികൾ തകർത്തത്, മുസ്ലിമുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇത് മുഴുവൻ സംഘപരിവാറാണ്. അപ്പം ഈ അടുത്ത കാലത്ത് നാദാപുരത്താണ് സംഭവിച്ചത്. അതെ. അല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാജ്മോഹൻ, ഈ തലശ്ശേരി കലാപം നടക്കുമ്പോൾ ഇവിടെ RSS ഒന്നും ഇല്ല. അവിടെ ഒരു RSS ഇല്ല, മുഴുവൻ CPM-കാരാണ്. ഇത് മുഴുവൻ തച്ചുടച്ചിട്ട് മുസ്ലിം അവിടെ കുഞ്ഞിരാമൻ എന്ന ഒരാൾ കള്ളുഷാപ്പ് വെച്ച് കുത്തേറ്റ് മരിച്ചത്. ആ കുത്തേറ്റ് മരിച്ച കുഞ്ഞിരാമൻ മോസ്ക് സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായെന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട ചരിത്ര നിർമ്മാണമാർക്ക് നടക്കുന്നത്. അപ്പം ഈ തരത്തിലുള്ള ചരിത്ര നിർമ്മാണമാണ് പിണറായി ആഗ്രഹിക്കുന്നത്. പക്ഷെ പിണറായിക്ക് ധൃതിയാണോ എല്ലാത്തിനും? പിണറായിക്ക് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താനൊരു ചരിത്ര പുരുഷനായി മാറണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം ഈ പശ്ചാത്തലത്തിൽ പിണറായി നിൽക്കുമ്പം ഭയങ്കര അസ്വസ്ഥനാണ്. ഒന്ന്, അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി 8 നിലയിൽ പൊട്ടിയത് പോട്ടെ, പാർട്ടിക്കകത്ത് അസ്വസ്ഥ ഉണ്ടാകുന്നു, ജനത്തിന് ബഹുമാനമില്ല, പാർട്ടിക്കകത്ത് പോലെ ചോദ്യം ചെയ്യൽ പോയിരുന്നുണ്ട് തുടങ്ങിയിരിക്കുന്നു പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആരും ഇഷ്ടപ്പെടാതെ വരുമ്പോൾ എല്ലാവരും തെറി പറയുമ്പോൾ ഏത് വ്യക്തിക്കാണെങ്കിലും ഒരു ചെറിയ വിഷമമുണ്ടാവും. പിണറായി ആ ലെവലിൽ എത്തിയിരിക്കുമെന്ന് തോന്നുന്നു. സകലയിടത്തും കുറ്റപ്പെടുത്തലും ചീത്തവിളിയും. ഏത് മാത്രം എന്നോട് MP പറഞ്ഞത്, ഈ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്ലാനിട്ടു, പക്ഷേ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വലിയ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഒടുവിലായി കഴിയുമ്പോഴത്തേക്കും പുള്ളി 9 വിഷയമായിട്ട് വെട്ടിച്ചുരുക്കി. പിണറായി 9 വിഷയത്തിൽ അജണ്ട മാത്രമായി. ഈ 9 വിഷയത്തിലെ ചർച്ചയും നീളുന്നില്ല. കാരണം നമ്മുടെ എല്ലാ വിഷയത്തിലും ചാടി രാജ്മോഹൻ ഉണ്ണിത്താൻ ചാടി അഭിപ്രായം പറയും. അതാണ് വിഷയം. മറ്റുള്ളവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാത്തിനും അഭിപ്രായം പറയാണ്. പിണറായി അങ്ങ് സഹി കിട്ടും. പിണറായിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, നമ്മൾ വെളിയിൽ പറയുന്നില്ല. പുള്ളി ഈ അധികാരത്തിൻ്റെ എന്താ പറയുക, അധികാരത്തിൻ്റെ ആ ബലവും പിന്നെ ഒരുപാട് മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്നു, അതിൽ പിടിച്ചു നിൽക്കുന്നതാണ്. പിണറായിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നമുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരിക്കുന്നതിന് പിണറായിക്ക് ഇരിക്കുമ്പം ഭയങ്കര വേദന ഉണ്ടാവും, ഭയങ്കരമായ വേദനയാണ്. ആ പുള്ളിക്ക് അധികം ഇരിക്കാൻ ഇഷ്ടമല്ല, ഇരിക്കാൻ പ്രയാസമാണ്. അപ്പോഴത്തേക്കും ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ പുള്ളി എപ്പോഴും ഏത് പരിപാടിക്ക് പോയാലും പുള്ളി കഴിയുന്നതും പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായി. ഇത് ഈ മീറ്റിംഗ് തുടങ്ങി പുള്ളി അപ്പോഴത്തേക്കും 1 മണി 11 മുതൽ 1 മണി വരെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചർച്ച തീർത്ത് കഴിച്ചിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഏതാണ്ടൊരു 12:30 ആയപ്പം 4 വിഷയം തീർന്ന് 5 വിഷയം ചർച്ചയ്ക്ക് കിടക്കുക. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ എണീറ്റ് വന്നു. പുള്ളി മിണ്ടായിരുന്നു, ചീത്ത വിളിച്ചു. നമ്മുടെ ഈ പ്രസ് ക്ലബിലെ പണ്ട് പത്രസമ്മേളനത്തിന് ചില ആളുടെ അത്ര നേരം മിണ്ടാണ്ടിരിക്കും, അവസാന നിമിഷം പിന്നെ അങ്ങോട്ട് ചോദ്യം തുടങ്ങും. അപ്പോൾ 1 മണി ആയപ്പോൾ പിണറായി വിജയൻ എത്തപ്പെട്ടത് ഇനി പിന്നെ ഒരു 2-3 വിഷയം കൂടെ ചർച്ച ചെയ്യുന്നത്, അതൊക്കെ പിന്നെ നിങ്ങൾ ചർച്ച ചെയ്തൊന്നും ചെയ്തിട്ട് പോയെന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര വയ്യാതായിരുന്നു. എന്നോട് ഈ കണ്ട MP പറഞ്ഞു, ഈ ഒരു 12 മണി ആയപ്പോഴത്തേക്കും പുള്ളിക്ക് അസ്വസ്ഥ തുടങ്ങി. വാച്ച് നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഞെരിവിളി കൊള്ളുന്നു. പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും 1 മണി ആവാൻ വേണ്ടി, കാരണം 1 മണിക്ക് ലഞ്ച് പറഞ്ഞിട്ടുണ്ട്, 1 മണി ആകാൻ വേണ്ടി അസ്വസ്ഥപ്പെട്ട ഒന്നിനും മറുപടിയും പറഞ്ഞില്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. അതാണ് പിണറായി.
ഈ രോഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വിമർശനമാവും. രോഗമെന്ന് പറയാൻ പറ്റത്തില്ല, എണീറ്റ് നിൽക്കാൻ വയ്യ, ഇതാണ് പിണറായിയുടെ ആരോഗ്യസ്ഥിതി. പക്ഷേ അധികാരത്തിൻ്റെ ഒരു ശക്തി ഉള്ളതുകൊണ്ട് ചിലപ്പം ഇതൊക്കെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിഞ്ഞു വരാം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്മോഹൻ, ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും കുറേ ആളുകളുടെ പിന്തുണയുണ്ട്, ഏകദേശം തുല്യ പിന്തുണയാണ്. അതെ, അതാണ് പലപ്പോഴും മാറി മാറി വരും. ഒരു 5% വോട്ടിന്റെ വ്യത്യാസമാണ് നിഷ്പക്ഷത. ഈ നിഷ്പക്ഷരാണ് വോട്ട് നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഈ നിഷ്പക്ഷരെയാണ് നമ്മളെപ്പോലുള്ളവർ സ്വാധീനിക്കുന്നത്. അതെ. ഇപ്പോൾ ഉണ്ടാകുന്ന 2 പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊപ്പം മൂന്നാമതൊരു പാർട്ടിയും മുന്നണിയും കൂടി കയറി വരുന്നുണ്ട്. അവർക്ക് 20% വോട്ടായി BJPക്ക്. മറ്റവർക്ക് 40-45 എന്ന് നിൽക്കുന്നിടത്ത് BJPയോട് കയറി വരുന്നതോടെ ഈ 35% വോട്ട് മതി പലയിടത്തും ജയിക്കാൻ. അതെ. അപ്പം മൂന്നാമത് മുന്നണിയുടെ വരുന്നു ഒന്നാമത്തെ പ്രശ്നം. അപ്പം തന്നെ ഈ ഗ്യാപ്പ് വലുതായി. 2, ഇതിനെ മറികടക്കാൻ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറികടക്കാൻ വളരെ കൃത്യമായ, അതായത് പണ്ടത്തെ പോലെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുന്നു അല്ല ജനം വോട്ട് ചെയ്യുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് താല്പര്യങ്ങളുടെയും വളരെ കൃത്യമായ വെളിച്ചത്തിലാണ് വോട്ട് മാറുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ 2024 തെരഞ്ഞെടുപ്പിൽ കടുത്ത പിണറായി വിരുദ്ധ വികാരമാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്കത് പറയാം, കാരണം നമ്മൾ പിണറായിക്കെതിരെ, ഇപ്പം ഞാൻ പിണറായിക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി തോക്കുമ്പോൾ നമുക്ക് പറയാൻ കണ്ടോ പിണറായി വിരുദ്ധ വികാരം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരിക്കലുമില്ല. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാമത് ശക്തി ഉയർന്നു വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ ഒരു 1965 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായ സ്ഥിതി അടുത്തുണ്ടാവും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആർക്കും ഭൂരിപക്ഷം ഇല്ല. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു. 20 സീറ്റ് അവർ ജയിച്ചു. 20 എത്രയാണ് കൃത്യം മറന്നുപോയി. 27 അത് ജയിച്ചു. കേരള കോൺഗ്രസ് ചരിത്രത്തിൽ എത്രയും സീറ്റ് ഒരുമിച്ച് ജയിച്ചതെന്നാണ്. അപ്പോൾ രണ്ടുപേരും പെട്ടു. ആർക്കും ഭൂരിപക്ഷം ഇല്ലാതായി പോയി. ഇന്നാണെങ്കിൽ ആരെങ്കിലും പിടിച്ച് കയറ്റിയിട്ട് അങ്ങ് മന്ത്രിസഭ ഉണ്ടാക്കിയത്. പക്ഷെ അന്നത്തെ നേതാക്കന്മാരെല്ലാം വളരെ അക്കാര്യത്തിൽ ഇൻറ്റഗ്രിറ്റി ഉള്ളവരായിരുന്നതുകൊണ്ട് ആർക്കും മന്ത്രിസഭ വരിക കഴിയാതെ പോയി. എന്നിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പിൽ എത്താൻ പറ്റിയില്ല. അതാണ് കോൺഗ്രസിന്റെ വോട്ടാണല്ലോ പിളർന്നത്. അത് പിളർന്നത്. പിന്നെ കേരള കോൺഗ്രസ് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ മാത്രം ആയിരുന്നില്ല അന്ന്. വന്നുകൊണ്ടായിരുന്നല്ലോ. എന്തിന് 6 ബാലറ്റുള്ള പോലുള്ള ആളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഈ പിടിച്ചാക്കോടെ മരണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ എല്ലാത്തിനും വഴിതെളിച്ചത്. അല്ല, അവിടെ രാജ്മോഹൻ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂനപക്ഷ വോട്ടുകളെ പലപ്പോഴും CPM വളരെ എളുപ്പത്തിൽ കൈയേക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF ജയിക്കാനുള്ള കാരണം പിണറായി വിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ മോദി വിരുദ്ധ വികാരത്താണ്. എന്നോട് മോദി BJP വിരുദ്ധത അതിശക്തമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ BJP അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ BJP വോട്ട് കൂട്ടി എന്നുള്ളതാണ്. ഒരിടത്തൊരു വിരുദ്ധതയുണ്ടായാൽ മറുഭാഗത്ത് ഒരു അനുകൂല ഘടകം ഉണ്ടാവും. അപ്പം ഇവിടെ ഈ വിരുദ്ധ വികാരം ഇങ്ങനെ ശക്തമായി വന്നതുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ ശക്തത. പക്ഷെ ഇത് നിയമസഭയിൽ ആവർത്തിക്കണമെന്നില്ല. ലോക്സഭയിൽ അവർ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ലോക്സഭയിലെ നമ്പർ 1 ശത്രു മോദിയാണ്, BJP ആണ്. അവർ BJPക്കെതിരെ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന് വോട്ട് ചെയ്യും. 2019 അവിടെ UDF കൂടുതൽ MP UDF 21 ഇപ്പുറത്ത് CPM എന്തായാലും നിലവിലുള്ള 3 സീറ്റ് എന്നുള്ളത് 4 സീറ്റ് ആക്കുമെന്നല്ലാതെ അവർ ഭരിക്കുന്നില്ലെന്നറിയാം. അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ കൃത്യമായി UDF അനുകൂലം. അത് നിയമസഭയിലാവത്തില്ല. കാരണം കേരളം ഭരിക്കാൻ അവർക്ക് ഇപ്പോഴും വിശ്വാസം പിണറായി ആവാം. കാരണം പിണറായി അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഇറക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കി മുസ്ലിം വോട്ട് ഏകപക്ഷീയമായി, ലീഗ് ഒഴികെയുള്ള മുസ്ലിം വോട്ടുകൾ ഏകപക്ഷീയമായി CPMലേക്ക് പോയാൽ, പിണറായിയെ പോലെ കരുത്തനായ ഒരു നേതാവ് അവിടെയും തുടർന്നാൽ UDF ജയിക്കുന്നതിന് ഉറപ്പില്ല. മാത്രമല്ല അവിടുത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴിതല്ലേ ഈ കൂടോത്രത്തിൻ്റെ ഒക്കെ പേരിൽ ചർച്ചയാണ് വല്ല ആവശ്യമുണ്ട്. കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു 100% യുക്തിവാദിയായിരുന്ന ഒരാളിൻ്റെ പിന്മുറക്കാർ പറയുകയാണ് കൂടോത്രം സത്യമാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ കൂടോത്രത്തിന് ആളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേ അതൊരു മോശമായ കാര്യമാണ്. ഇന്ദിരാഭവനിൽ കൂടോത്രം വെച്ചിട്ടുണ്ട്, നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കൂടോത്രം, പ്രസിഡന്റിന്റെ കസേരയുടെ കീഴെ. അക്കാര്യത്തിൽ നേരെ പ്രതികരിച്ച BM സുധീരൻ മാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിലും കൂടോത്രം വെച്ചിരുന്നു. അദ്ദേഹം ദൂരെ കളയാൻ പറഞ്ഞു, അത് പരാതിയില്ല എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ എൻ്റെ ചോദ്യം, ഇവിടെ കോൺഗ്രസിന് മുമ്പോട്ട് ഇനി കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം വെറുതെ നമുക്കിങ്ങ് അധികാരം കിട്ടുമെന്ന് കരുതിയിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അവർക്കതാ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകാനിരുന്നതാണ്, വേറെ എതിരാളികളൊന്നുമില്ല. അന്ന് വേറെ ആരുമില്ല. രമേശ് അന്ന് വകുപ്പ് വിഭജനം പോലെ നടന്നു എന്നാണ് പറഞ്ഞത് ഇലക്ഷന് മുമ്പ്. ഇതുപോലെ അന്ന് എനിക്ക് പരിചയമുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാനായിട്ട് നിയോഗിച്ചിരുന്നു. അധികാരം കിട്ടിയ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് എനിക്ക് പരിചയമുള്ളൊരു IAS കാരനായിരുന്നു. ആലോചിച്ച് നോക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്,
ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ആവുമെന്ന് എന്നോട് പറഞ്ഞതാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. പക്ഷേ ഇപ്പം അതല്ല സിറ്റുവേഷൻ. അന്ന് രമേശ് ചെന്നിത്തല മാത്രം ഉണ്ടായിട്ടും പണി കിട്ടി. ഇപ്പം 5 പേരാണ് മുഖ്യമന്ത്രി സാധ്യതയുള്ളവരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി മോഹികളും. മോഹികൾ എന്ന് പറയുന്നത് തെറ്റായിരിക്കും, പലർക്കും മോഹം ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ 5 പേർക്കും തുല്യ പ്രാധാന്യമാണ്, യോഗ്യതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വേണു തന്നെയാണ്. വേണുവിന് കേരളത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ട്, കേരളത്തിലെ അണികൾക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ വേണുവിന് എതിർപ്പില്ലാതായി. ഈ 5 കൊല്ലം മുമ്പത്തെ വേണു അല്ല ഇപ്പോഴത്തെ വേണു, അതിശക്തനായ വേണുവാണ്. അപ്പോൾ വേണുവിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു നേതാവിനും എതിര് പറയാൻ പറ്റില്ല. പക്ഷേ വേണു ആ പൊട്ടത്തരം കാണിക്കത്തില്ല എന്ന് കരുതുന്നു. കാരണം കേന്ദ്രത്തിൽ അതിലേക്ക് ചുമതലയുണ്ട്. അതുകൊണ്ട് വേണു അത് മാറി നിൽക്കുന്നില്ല. ആന്റണി റിട്ടയറായി. പിന്നെ വരുന്ന 4 പേരാണ്. തീർച്ചയായും കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു മുഖ്യമന്ത്രി ആവുമെന്ന് കരുതപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC പ്രസിഡന്റ് കെ സുധാകരൻ, ശശി തരൂർ. അപ്പോൾ ഈ 4 പേരും യോഗ്യരാണ്. നമുക്ക് ഈ 4 പേരെയും അയോഗ്യത പറയാൻ പറ്റും. 4 പേർക്ക് യോഗ്യത. ഇപ്പം ചെന്നിത്തലയുടെ കാര്യം എടുക്കുക. എനിക്ക് ഇഷ്ടമുള്ള നേതാവാണ്, തീർച്ചയായും ഒരു ജനകീയ നേതാവാണ്. പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഇപ്പോഴും നല്ല സ്വാധീനമുണ്ട്. എന്തോ കാരണത്തിന് അദ്ദേഹത്തിന് തലവരെ ഇച്ചിരി മാറിക്കിടക്കുന്നതിന് പ്രശ്നമുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു വിശ്വാസ്യതയുള്ള, അണികളോട് സ്നേഹമുള്ള, സത്യസന്ധയുള്ള നേതാവാണ്. അത് യൂത്ത് കോൺഗ്രസിലും KSUവിലും ദേശീയ ഭാരവാഹി ആയിരുന്നപ്പോൾ കീഴിലുണ്ടായിരുന്നവരൊക്കെ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിയാരാണ്, മമതാ ബാനർജി ഉൾപ്പെടെ. അതെ. അപ്പോൾ അതുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നതിന് തെറ്റുമില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ തവണ മുമ്പിൽ നേതൃത്വം കൊടുത്തിട്ട് എത്താൻ പറ്റിയില്ല എന്നുള്ള പരിമിതിയുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് മാത്രമുള്ള സകലരുടെയും ഇടയിലുള്ളൊരു സ്വാധീനമുണ്ടോ, ഇത്രക്കും എടുക്കുന്നുണ്ടെങ്കിലും സ്വാധീനമുണ്ടോ ചോദ്യമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്തതായി പരിഗണിക്കുന്നത് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും മുഖ്യമന്ത്രി കസേരയിൽ. പക്ഷേ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സക്സസ് ആണോ, കോൺഗ്രസ് വളർച്ചയ്ക്ക് അദ്ദേഹത്തിന് ഗുണമുണ്ടാക്കാൻ കഴിഞ്ഞോ, ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യണം. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പിന്തുണ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ പാർട്ടിക്കുള്ളിൽ പിന്തുണ സതീശനുണ്ടായിരുന്നു. പക്ഷേ സതീശൻ ആ ഒരു നിയമസഭയ്ക്കകത്തേക്ക് ഒഴുങ്ങിക്കൂടി. നിയമസഭയിലെ ഗംഭീര പെർഫോമൻസ് ആണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ പിണറായിയെ എടുത്തിട്ട് വീശുന്നത് നന്നായി പഠിച്ചിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. നിയമസഭയിൽ അദ്ദേഹം നന്നായി പെർഫോം ചെയ്തു. പക്ഷേ അദ്ദേഹം ഒരു സംസ്ഥാന നേതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന നിലയിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് വളരെ ഞാൻ പറഞ്ഞു 1-2 ചെറിയ സംഭവങ്ങൾ അദ്ദേഹം മനസ്സിലായി. അദ്ദേഹത്തിനോട് എനിക്ക് മതിപ്പ് എനിക്ക് ഇഷ്ടമാണ് മനുഷ്യൻ. ഒന്നുമല്ല, ഫോൺ വിളിച്ചെടുക്കും. നമ്മൾ പലരെയും പോലല്ല, ഫോൺ വിളിച്ചെടുക്കാനുള്ള ഒരു മര്യാദ കാണിക്കുന്ന മനുഷ്യനാണ്. ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ സീൻ ഉണ്ടാക്കാൻ നിൽക്കരുതായിരുന്നു പത്രസമ്മേളനം. എനിക്ക് മതിപ്പ് പോയത് അവിടെയാണ്. കാര്യം പുതുപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത പ്രതിപക്ഷ നേതാവാണ്, മിടുക്കനാണ്, എറണാകുളം ശക്തി. പക്ഷേ എന്നിരുന്നാലും KPCC പ്രസിഡന്റ് ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആ മൈക്ക് അങ്ങോട്ട് മാറ്റുക, തള്ളുക, പിന്നെ ചോദിച്ചപ്പോൾ എന്നാൽ പ്രസിഡന്റിനോട് ചോദിക്കുന്നത്, അതൊക്കെ ഒരുമാതിരി പിന്നെ ഈ അടുത്ത കാലത്ത് എന്തൊരു ഉച്ചക്കരുണ്ടായല്ലോ, അത് വൈകി വന്നത് നമുക്ക് പ്രസിഡന്റ് എന്തോ പറഞ്ഞ വാക്ക് സഭ്യമല്ലാത്ത വാക്ക് ചീത്ത വിളിച്ചു. അപ്പോൾ അത് ശരിയല്ല. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് ദോഷമായിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്കറിയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രശ്നം. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും KPCC പ്രസിഡന്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് സുധാകരൻ മുഖ്യമന്ത്രി ആവണമെന്ന്. കാരണം വെച്ചാൽ സുധാകരൻ അർഹതയുള്ള ആൾ, ഫൈറ്ററാണ്. മാത്രമല്ല കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് ഈ വൃത്തികെട്ട ഭീകരന്മാരോട് ഫൈറ്റ് ചെയ്ത് പലതവണ കൊല്ലാൻ ശ്രമിച്ച് വളർന്നു വന്ന നേതാവ് തീർച്ചയായും അർഹതയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചികിത്സയ്ക്ക് പോയിരുന്നല്ലോ, ചികിത്സ പോയത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയൊക്കെ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലർ എളുപ്പത്തിൽ സ്വാധീനിക്കുന്നു. ചില ആളുകൾ അവിടെ ഇന്ദിരാഭവനിൽ ചില അദൃശ്യ ശക്തികളുണ്ട്. ശക്തി ഇന്ദിരാഭവന് മാത്രമല്ല, ഇന്ദിരാഭവനിലേക്ക് വരവില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം കണ്ണൂരും അവിടെ ഇവിടെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ചില വ്യക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പരിമിതിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്തപ്പെട്ട് നിൽക്കുന്നത് തരൂരിൻ്റെ പരിമിതിയിലേക്ക് നമ്മൾ ആദ്യം പോകാം. തരൂരിന് ഒരുപാട് പരിമിതിയുണ്ട്. ഒന്ന്, തരൂര് ഈ നേതാക്കന്മാരെ ആരെയും പോലെ ബാക്കി 4 നേതാക്കളുടെ അത്രയും പാർട്ടിക്കുള്ളിൽ സ്വാധീനമില്ല. ഉറപ്പാണത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരിടത്തും ഇല്ല. പാർട്ടിയിലെ ഈ 4 നേതാക്കളുടെ അത്രയും അണികൾക്കിടയിൽ സ്വാധീനമില്ല. 2, അക്സസിബിലിറ്റി കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് തരൂരുമായി
തരൂരിനോട് വളരെ ആത്മബന്ധമുണ്ടെന്നും അവകാശപ്പെടുന്ന ഒരാളാണ്. അവകാശപ്പെടുന്നതല്ല, വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനിതുവരെ അദ്ദേഹത്തെ ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. കാരണം ഫോൺ അദ്ദേഹത്തിന് എനിക്കറിയത്തില്ല. ഞാൻ ആ പ്രവീണിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അഭിമുഖം കൊടുത്ത് 2 തവണ അഭിമുഖം കൊടുത്തപ്പോഴും പ്രവീണാണ് ഏർപ്പാടാക്കി തന്നത്. അപ്പം അക്സസിബിലിറ്റി ഇല്ല തരൂരിന്. അദ്ദേഹം അതിനൊക്കെ അപ്പുറത്താണ്. എന്താ പറയുക, ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണ്. അതിൻ്റെ ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ ഈ വെള്ളപ്പൊക്കവും ബഹളമൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ കണ്ടില്ല. അതങ്ങനെ പ്രശ്നമുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ തന്ത്രപൂർവ്വമായി അദ്ദേഹത്തെ നീക്കം നടത്താൻ അറിയാം. ഞാൻ ഈ തരൂരിൻ്റെ സാധ്യത പഴയതിനേക്കാൾ കൂടിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? തരൂര് മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയ ഒരു കാലമുണ്ട്. അതായത് അദ്ദേഹം നമ്മുടെ NSSനെ കാണാൻ പോകുന്നു, തണുപ്പനെ കാണാൻ പോകുന്നു, മെത്രാനെ കാണാൻ പോകുന്നു. ഈ ഒരു ക്യാമ്പയിൻ അദ്ദേഹം നേരത്തെ തുടങ്ങിയത്. ഈ സമയത്തുള്ളതിനേക്കാൾ കരുത്തനാണ് തരൂരെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആകെപ്പാടിൻ്റെ ഇടയിലുണ്ട് ഒരേ ഒരു ബ്ലാക്ക് മാർക്ക്, ഇദ്ദേഹം ഹമാസിനെ ഭീകരരെന്ന് വിളിച്ചു മാത്രം. പക്ഷെ ലീഗ് അത് വലിയ സീരിയസ് വിഷയമായിട്ട് എടുത്തില്ല. അവരൊരിക്കലും അതിൻ്റെ പുറകെ പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ 3 മലയാളി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഒരാളാണ്. വേണു ഞാൻ പറഞ്ഞ മാതിരി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളാണ്. വേണു വരാൻ സാധ്യത കുറവാണ്. ആൻ്റണി റിട്ടയർ ചെയ്ത ആളാണ്. പിന്നെ ഒരാൾ തരൂർ മാത്രമാണ്. അപ്പം ചെന്നിത്തലയാണെങ്കിലും മറ്റേ കൊടിക്കുന്നിലാണെങ്കിലും പ്രത്യേക ക്ഷണിതാക്കളാണ്. ഫുൾ മെമ്പറല്ലേ? ഫുൾ മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന 5 പേരിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന രണ്ടാമൻ വേണു കഴിഞ്ഞാൽ തരൂരാണ്. അതുകൊണ്ട് തരൂർ സാധ്യത ഞാൻ കാണുന്നു. മാത്രമല്ല തരൂരിൻ്റെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് കൂടുതലാണ്. സത്യമാണത്. അപ്പം തരൂർ കോൺഗ്രസ്സുകാരായ സാധാരണക്കാർക്ക് ഇഷ്ടമാണ്. കോൺഗ്രസ് ലെവൽ നേതാക്കൾക്ക് ഇഷ്ടമില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമാണ്. കോൺഗ്രസ്സുകാരാവേണ്ട BJP, എനിക്കറിയാം തരൂർ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ BJPക്കാർ വോട്ട് ചെയ്യും. BJPയുടെ വോട്ട് വരെ കുറയും. കാരണം തരൂരിനോടുള്ള വിശ്വാസവും തരൂരിനോടുള്ള സ്നേഹവും പ്രത്യേകമായിട്ടുണ്ട്. യുവാക്കൾ, സ്ത്രീകൾ. തരൂരൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടുപിടിക്കാവോ, തിരുവനന്തപുരം MP കണ്ടുപിടിക്കാവോ എന്ന് ചോദിച്ചുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തെ കളിയാക്കാൻ അവർ ഇട്ടെങ്കിലും അതിനൊരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്. ഈ തലമുറ ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കാരടുത്ത് കുട്ടികൾ പോയി നിൽക്കും. ആരും നിൽക്കില്ല. നമ്മളന്ന് ആ കവടിയാറിലൊരു ഫംഗ്ഷൻ പോയപ്പോൾ അദ്ദേഹം വന്നപ്പോൾ കണ്ടില്ലേ, അവിടെ നമുക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു. നിറയെ നിന്ന യുവ തലമുറയാണ്. അല്ല, കാര്യമാണ്. തരൂര് ഒരു എന്താ പറയുക, ഒരു സ്വീകാര്യതയുള്ള ആളാണ്. എവിടെ ചെന്നാലും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തരൂർ അറിവുള്ള മനുഷ്യനാണ് എന്നുള്ളൊരു വളരെ പ്രധാന അറിവാണ്. സുന്ദരനാണ്. അത് ഞാൻ പറഞ്ഞ നാച്ചുറൽ ലീഡറാണ്. അപ്പം ഇത് മാത്രമല്ല, ഇത് ആ ഒരു സ്വീകാര്യത തരൂരിനെ മുമ്പിൽ പിടിച്ച് നിർത്തിയാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നവരെയൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അതാണ് പ്രശ്നം. അപ്പം എൻ്റെ ഒരു സജഷൻ, എനിക്ക് ചെന്നിത്തലയുടെ കാര്യത്തിൽ മാത്രം എന്താ ചെയ്യണം. കാരണം ചെന്നിത്തല നല്ല നേതാവാണ്. അദ്ദേഹത്തെ ഒഴിവാക്കുന്നതോട് യോജിപ്പ് എനിക്കുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാനങ്ങ് വിടുന്നു. എന്താ അദ്ദേഹം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എന്താണ്. പക്ഷേ അല്ലാതെ നമ്മൾ നോക്കിയാൽ ഇപ്പം ബാക്കിയുള്ളവർ അക്കോമഡേറ്റ് ചെയ്യും. ഉദാഹരണം സുധാകരൻ ആഭ്യന്തരമന്ത്രി നല്ല ആളാണ്. തീർച്ചയായും ശക്തനായിരിക്കും. ആഭ്യന്തരമന്ത്രി ആവുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി പദവി സുധാകരൻ കൊടുത്താൽ അല്ല ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. സുധാകരൻ അല്ലെങ്കിൽ നേരത്തെ ആയിരുന്നു. ധനകാര്യമന്ത്രിയാണ് ഏറ്റവും മിടുക്കൻ സതീശനാണ്. സംശയിക്കട്ടെ ആ കാര്യത്തിൽ ഐസക്കിനെ വെല്ലുവിളിച്ച് പരാജയപ്പെടുത്തിയ ആളെ ചർച്ച നടത്തിയിട്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ധനകാര്യമന്ത്രിയാണ് ഏറ്റവും എടുക്കാൻ ഐസക്കാണ്, സതീശനാണ്. പിന്നെ നമ്മൾ പറയണത്, പിന്നെ നമ്മളിപ്പം പിള്ളേരുണ്ടല്ലോ, കുഴൽനാടൻ ഇവരെല്ലാം ഉണ്ടല്ലോ, വിഷ്ണുനാഥ്, സിദ്ദിഖ്. അപ്പം ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരെയൊക്കെ വെച്ചോണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇതായിരിക്കും ഞങ്ങളുടെ മന്ത്രിസഭ എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ, അവിടെയാണ് എൻ്റെ വിഷയമുള്ളത്. അവിടെയാണ് ആ ധൈര്യം കാണിച്ചാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ വിശ്വാസ്യത. ഇവർ വെക്കാൻ പോകുന്ന പദ്ധതി. ഇപ്പം ഞാൻ പറഞ്ഞേ, ഞങ്ങൾ 5 കൊല്ലം എന്ത് ഭരിക്കാൻ പോകും, ഇപ്പോഴേ ക്യാമ്പയിൻ തുടങ്ങും. ഞങ്ങളെ തിരഞ്ഞെടുത്താൽ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങൾ തിരുത്താൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് ഇവരോട് എനിക്ക് പ്രകടന പത്രിക ഇവരെയൊന്നും ഒരു പ്രകടന പത്രിക ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്ന് ആഗ്രഹം എനിക്കുണ്ട്. നമ്മൾ ഇത്തവണ ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നു. എന്നിട്ട് ഈ പ്രകടന പത്രിക നമ്മൾ പുറത്തു കൊടുക്കുക. അത് ഉദ്ദേശിക്കുക. ആ പ്രകടന പത്രികയിൽ ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം, തിരുവനന്തപുരത്തുകാരനായ ഒരാൾ എന്തിനാണ് മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്നത്? ഇപ്പം ശിവൻകുട്ടിക്ക് മന്ത്രിമന്ദിരം താമസിക്കുന്ന കാര്യമുണ്ടോ? വീടുണ്ട്. ആന്റണി രാജുവിന് താമസിക്കുന്ന കാര്യമുണ്ടോ? കടകംപള്ളി സുരേന്ദ്രന് താമസിക്കുന്ന കാര്യമുണ്ടോ? അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വീടുള്ള ആളുകൾക്കാർക്കും കൊടുക്കരുത്
ഒരിക്കലും 6 ലക്ഷമുള്ള മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സ്വന്തം വീട് താമസിച്ചത് അങ്ങനെയാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ താമസിച്ചിരുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് അത്രയും ഒഴിവായി. അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണം. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കുറച്ചാൽ മാത്രം പോരാ, അവരുടെ പെൻഷൻ ഇല്ലാതാക്കണം. PSCയിലെ അംഗത്വം കുറയ്ക്കണം. ഈ പബ്ലിക് ഈ അനേകം അത് നേതാക്കന്മാരെ അക്കോമഡേറ്റ് അനേകം സംവിധാനങ്ങൾ ഇല്ലാതാക്കണം. ഈ കണ്ട കോർപ്പറേഷനുണ്ടല്ലോ ആവശ്യമില്ല ഇന്നോവ ക്രിസ്റ്റ കാറിൽ യാത്ര ചെയ്യാൻ വേണ്ടി കുറേ പേർക്ക് അവസരം, അതെല്ലാം ഇല്ലാതാക്കണം. ഇനിയുള്ള കാലത്ത് അതേ പറ്റൂ. അതെ. അതുപോലെ ശശി തരൂർ വിചാരിച്ചാൽ വലിയ തോതിൽ ഈ കേരളത്തെ ഒരു എന്താണ് എഡ്യൂക്കേഷൻ ഹബ്ബാക്കാൻ പറ്റും. ബേഴ്സലോണ ആക്കിയില്ലെങ്കിൽ തിരുവനന്തപുരം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കാം. അപ്പം ഇത്തരത്തിൽ ഒരു 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 ഇച്ഛാശക്തിയുള്ള ഒരു 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 പ്രഖ്യാപനം നേരത്തെ നടത്തി ജനങ്ങളുടെ ഇടയിൽ. അതുപോലെ തന്നെ ഇവർ ഈ പറഞ്ഞ ജനസമ്പർക്കം, ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം പോലെ തന്നെ ഈ നേതാക്കൾ, മുരളീധരൻ്റെ ഒരു പ്രസംഗം ഞങ്ങളുടെ എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് മുരളീധരനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഈ സംസ്ഥാന നേതാക്കൾ കേരളം മുഴുവൻ ഓടി നിന്ന് പ്രസംഗിക്കുന്നൊരു കാര്യമില്ല, അവർക്ക് വീതിച്ചു കൊടുക്കണം. ഇപ്പം ഒരു നേതാവിന് 5 or 6 നിയമസഭ, അപ്പോൾ അങ്ങനെയാണ് അവരവിടെ നിന്ന് പ്രവർത്തിച്ച് ജയിപ്പിച്ചെടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞപ്പം കെ മുരളീധരന് സ്വാധീനമുള്ള, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാധീനമുള്ള തിരുവനന്തപുരത്തുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും ചുമതല കെ മുരളീധരന് കൊടുക്കുകയും അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത് അദ്ദേഹം അവിടെ മാത്രം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഗുണമായി. അടുത്തൊരു നേതാവ് ഈ കേരളത്തിലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ജില്ലയുടെ മൊത്തം ചെന്നിത്തലയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും സ്ഥാനം കൊടുത്താൽ അവർ ഫോക്കസ് ചെയ്താൽ അവരുടെ കയ്യിൽ നിൽക്കും ഈ സാധനം. അപ്പോൾ ഇത്തരത്തിൽ ഇവരൊരു പ്രചരണ പദ്ധതി നടപ്പിലാക്കുക, പ്രകടന പത്രിക നേരത്തെ കൊടുക്കുക, ഷാഡോ മന്ത്രിസഭയെ പോലെ തന്നെ. അപ്പം മാത്യു കുഴൽനാടൻ മന്ത്രിയാകും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചാൽ എന്തിനാ രമ്യ ഹരിദാസിനെ മന്ത്രിയാക്കാമല്ലോ. തീർച്ചയായും നിങ്ങൾ ജയിപ്പിക്കൂ, ഞങ്ങൾ മന്ത്രിയാക്കാമെന്ന് ഞാൻ ജയിപ്പിക്കും. ടി സിദ്ദിഖ്, വിഷ്ണുനാഥ്, അങ്ങനെ ഒരു തലമുറ മാറ്റം കൂടി ഇവിടെ റോജി എം ജോൺ. അപ്പോൾ ഇവരെന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുൻകൂട്ടി പ്രഖ്യാപിക്കണം. ഏറ്റവും കുറഞ്ഞ് ഇവർ ചെയ്യേണ്ട ഒരു കാര്യം രാജ്മോഹൻ, നേരത്തെ സീറ്റുകൾ കൊടുക്കണം. എന്താ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ? ഇപ്പം ഞാൻ പറഞ്ഞേ, ഇപ്പം പൂഞ്ഞാർ മണ്ഡലം എടുക്കുക. പൂഞ്ഞാർ മണ്ഡലത്തിൽ പൂഞ്ഞാറെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചിരുന്ന തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥികൾ എടുത്ത്. ടോമി കല്ലാനി പൂഞ്ഞാർ വന്നു, കാഞ്ഞിരപ്പള്ളി വാഴയ്ക്കും വന്നു. അപ്പം ഇവർ കാഞ്ഞിരപ്പള്ളി KC ജോസഫ് ഇടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഓർക്കണം, 40 വർഷം ഇരിക്കൂറിൽ ആയിരുന്ന ആള് അവിടുന്ന് വിട്ടിങ്ങോട്ട് പോകുന്നത് ഈ കാഞ്ഞിരപ്പള്ളി കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ്. അങ്ങനെ ഒരു വാടക വീട് പോലും എടുത്തിരുന്നില്ല കാഞ്ഞിരപ്പള്ളിയിൽ, ഇരിക്കൂറിൽ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ചെയ്യേണ്ടത് ഈ ഓരോ മണ്ഡലവും നേരത്തെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ച് ആ സ്ഥാനാർത്ഥികളോട്, ഇപ്പം ജോസഫ് വാഴയ്ക്കൻ മൂവാറ്റുപുഴ മത്സരിച്ചു, അത് കഴിഞ്ഞ് ആദ്യം കാഞ്ഞിരപ്പള്ളി മത്സരിച്ച് തോറ്റു, മൂവാറ്റുപുഴ ഇപ്പോൾ മത്സരിച്ച് ജയിച്ചു. പിന്നെ അടുത്ത പ്രാവശ്യം അദ്ദേഹം മൂവാറ്റുപുഴയാണെന്ന് ഓർത്ത് തന്നെ അവിടെ നിന്ന്, പക്ഷേ സീറ്റ് കിട്ടിയത് കുഴനാടനാണ്. പിന്നെ അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി കൊണ്ടുവന്നത് പക്ഷേ ഈ വാഴയ്ക്കൻ പിന്നെ കാഞ്ഞിരപ്പള്ളി നിന്നിട്ടില്ല. അതെ. അപ്പം ഇവർ മണ്ഡലം മത്സരിച്ച, അപ്പം ഉദാഹരണം സരിൻ കഴിഞ്ഞ തവണ അവിടെ എവിടെയോ ഡോക്ടർ സരിൻ ഒറ്റപ്പാലത്ത് മത്സരിച്ചു. അപ്പോൾ ഈ സീറ്റ് കൊടുത്ത ആളുകൾ അവിടെ തന്നെ ഫോക്കസ് ചെയ്ത്, നിങ്ങളായിരിക്കും സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ് അവർക്കൂടെ ഫോക്കസ് ചെയ്ത് പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചത് അങ്ങനെയല്ലേ? അതെ. അപ്പം അത്തരത്തിലുള്ള ഒരു സമയം ഇനി 2 വർഷം ഇല്ല. CR മഹേഷിനെ സംഭവിച്ചതാണ്. ആദ്യം പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചു ജയിച്ചു. CR മഹേഷിനെ പക്ഷേ മാരെന്തോ സംഖ്യ പറഞ്ഞാൽ ആദ്യം തോപ്പിച്ചത്. പക്ഷേ CR മഹേഷിന് മുസ്ലിം വോട്ടർമാരങ്ങ് കൈ പിടിച്ചു, അങ്ങനെയാണ് ജയിച്ചത്. അപ്പം ഞാൻ പറഞ്ഞേ, നേരത്തെ തന്നെ ഇവർക്ക് സീറ്റ് കൊടുത്ത് ഏറ്റവും കൂടുതൽ 140 മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 100 സീറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു. അതെ. ഈ 100 സീറ്റിൽ 98-99 സീറ്റുണ്ട്. ഈ 100 സീറ്റിലെ ഒരു 80% സീറ്റെങ്കിലും ഇവർക്ക് നേരത്തെ തീരുമാനിച്ചു കൊടുക്കും. ചെറുപ്പക്കാർക്ക് കൊടുക്കുക, അതാണ് ഇനി ചെയ്യേണ്ടത്. 40-50 വർഷം MLA ആയിരിക്കണം, തൽക്കാലം അവരൊക്കെ പാർട്ടി ചുമതല ഏൽപ്പിക്കട്ടെ. എന്നിട്ട് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരട്ടെ. ഇവരൊക്കെ നല്ല മിടുക്കന്മാരല്ലേ. ഇങ്ങനെ ചെറുപ്പക്കാർ ഒരു മന്ത്രിസഭ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇവരെല്ലാവരും ഉള്ളത് ഗംഭീരമായിരിക്കില്ലേ അത്? എന്ന് മാത്രമല്ല, തുടർഭരണം ഇവിടെ സംഭവിച്ചു. അപ്പം ജനം മടുത്തു. അപ്പോൾ ഇവിടെ നല്ല മാതൃകാപരമായി കട്ട് തിന്നാതെ ഉമ്മൻചാണ്ടി ഭരിച്ചതുപോലെ ഭരിച്ചാൽ അതായത് ഉമ്മൻചാണ്ടിക്ക് പറ്റിയ പാളിച്ച, ഉമ്മൻചാണ്ടിയുടെ ഈ വീഴ്ചയെക്കുറിച്ച് ഇപ്പം വിലയിരുത്തുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് പറ്റിയ വീഴ്ച എന്താണെന്ന് വെച്ചാൽ, ആരോപണങ്ങളുണ്ടായപ്പോൾ സത്യം വിജയിക്കുമെന്ന് ഉമ്മൻചാണ്ടി കൈ കെട്ടിയിരുന്നു. ആരും ഉമ്മൻചാണ്ടി സഹായിച്ചില്ല, സ്വന്തം പാർട്ടിക്കാർ സഹായിച്ചു. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഉമ്മൻചാണ്ടിക്കെതിരെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് എത്രയോ പേരെ പരിചയമുണ്ട്, PT ചാക്ക അടക്കം. എന്നെ ബോധ്യപ്പെടുത്തിയായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ
മറുനാടൻ മലയാളി ഉമ്മൻചാണ്ടി പിന്തുണച്ചേനെ. അതെ, ദേശാഭിമാനിക്കാർ നമ്മളെ ബോധ്യപ്പെടുത്തുക, തെളിവെടുത്ത് തരുക, നമ്മളപ്പോൾ ആഞ്ഞടിക്കുക. അപ്പോൾ അങ്ങനെയല്ല, ഇതൊക്കെ കള്ളത്തരമാണെന്ന് പറയും. ഇവരാരും അതിനൊരു ഒരു എന്താ പറയുക, ഇവരുടെ ഒരു വർക്ക് ശരിയായില്ല. മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും തന്നെ ജനങ്ങളിൽ എത്തിയിട്ടുമില്ല, അത് ഇവർ ചെയ്തിട്ടുമില്ല, എത്തിയില്ല, ഇവരൊന്നും ചെയ്തിട്ടില്ല. അല്ല, പക്ഷേ എനിക്ക് തോന്നി ഉമ്മൻചാണ്ടി സർക്കാർ പാർട്ടി സംവിധാനത്തിന് കുഴപ്പമെന്ന് തോന്നി ഇതൊന്നും എത്താതിരുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഫോർമുല അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ റിസൾട്ട് കിട്ടും. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം. ചെറുപ്പക്കാരിൽ ഞാൻ പറഞ്ഞ മുൻകൂട്ടി മിടുക്കന്മാരുണ്ട്. മുഖ്യമന്ത്രി ആരാണ്, ധനകാര്യമന്ത്രി ആരാണ്, ആഭ്യന്തരമന്ത്രി ആരാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്നേര മന്ത്രി, ഇവരൊരു ഒരു കോർഡിനേഷൻ വർക്ക് നടന്നാൽ ഉറപ്പായിട്ടും ഇവർക്ക് അധികാരം. ഈ പണ്ടത്തെ കാലത്ത് ഈ വയസ്സന്മാർ മാത്രം MLA MP മന്ത്രിയാക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 70 നിയമസഭാ ഇലക്ഷന് ഒരു സംഘം ചെറുപ്പക്കാരന്ന് KPC ഇറക്കി. AK ആൻ്റണി, പിന്നെ ഉമ്മൻചാണ്ടി, S ഷൺമുഖദാസ്, കൊട്ര ഗോപാലകൃഷ്ണൻ, വയലാർ പാർലമെൻറ്റിൽ നിന്നുള്ള 70 അസംബ്ലി വേണ്ടാന്ന് നമ്മൾ വന്ന് മത്സരിക്കാൻ പറഞ്ഞു. പിന്നെ കൊട്ര ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ നീണ്ടൊരു നിര അന്നിങ്ങ് വന്ന് അവരെല്ലാം ഭാവിയിൽ നല്ല മിടുക്കന്മാരാണ്. അവർ അന്ന് തെളിയിച്ചില്ല. 70 അന്ന് വളരെ സീനിയേഴ്സായിട്ടുള്ള അംഗങ്ങളിരിക്കുന്ന സഭയിൽ ഇത്രയും ചെറുപ്പക്കാർ വന്നു. 57 തന്നെ അന്ന് ഇലക്ഷൻ നടക്കുമ്പം CPI അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതാണ് P. ഗോവിന്ദപിള്ള, E. ചന്ദ്രശേഖരൻ നായർ, രാജഗോപാലൻ നായർ, പൊന്നു രാജഗോപാലൻ നായർ, അങ്ങനെ ഒരു വലിയ സംഘം ചെറുപ്പക്കാർ അവർ കളത്തി ഇറക്കി. തോപ്പിൽ പാസി, P. ഗോവിന്ദപിള്ള സാറ്, അങ്ങനെ ഇറക്കി. അവരെല്ലാം ജയിച്ചു. ആളുകൾക്ക് എപ്പോഴും അതൊരു ആകർഷണം തന്നെയാണ്. നല്ല മിടുക്കരായ നല്ല ചെറുപ്പക്കാർ ഇറക്കുക. ഈ കണ്ടു മടുത്ത മോഹങ്ങളെ ഒന്ന് ഒഴിവാക്കുന്നത് എപ്പോഴും നല്ല. കോൺഗ്രസിൽ ഒരുപാട് മിടുക്കരുണ്ട്. മിടുക്കന്മാർ, ലിജു, എത്ര പേരുണ്ട്. ലിജുവിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അവസരം കിട്ടിയിട്ടില്ല, ജയിച്ചിട്ടില്ല. അതാണ് കാര്യം. രാഹുൽ മാങ്കൂട്ടനെ പാലക്കാട് കൊണ്ട് നിർത്താതിരുന്നാൽ മതിയായിരുന്നു. സത്യത്തിൽ പാലക്കാട് സരിനെ നിർത്തണം. സരിൻ അവിടെ പാലക്കാട് സരിനെയാണ് നിർത്തേണ്ടത്. രാഹുൽ ആറന്മുളയിൽ നിന്ന് വീണ ജോർജിനെ തോപ്പിക്കണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. നാടുമല്ലേ, നാടാണ്, സ്വന്തം. അല്ലാതെ എന്തായാലും ഈ ഷാഡോ മന്ത്രിസഭ എന്നൊരു നല്ല സങ്കല്പമാണ്. തരൂരിനെ തന്നെ മുമ്പിൽ നിർത്തണം. തരൂർ മാത്രം. ഇനി ഈ മുഖ്യമന്ത്രിയെന്നോ മന്ത്രിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ 5 പേരായിരിക്കും നയിക്കുക, ഇവർ 4 പേരായിരിക്കും. അങ്ങനെ ഇവിടെ ഇവിടെ ഇവർ 4 പേരായിരിക്കും നയിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി. ഇവരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു തുടങ്ങാമല്ലോ. അതെ, അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. ഈ 4 പേര് ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പ് അത് മാത്രമല്ല, മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ട് അയാൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരാളെയല്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ഇടണം. എന്നിട്ട് ഈ അവസാന സമയമാകുമ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വോട്ടെടുപ്പ് നടക്കണം. ഈ 3 പേരിൽ ആരാണ് മിടുക്കം ചോദിച്ചിട്ട് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥിയാക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സീറ്റ് കിട്ടാത്തവൻ കോൺഗ്രസിന് ശത്രുവായി തകർക്കാൻ നോക്കും. അപ്പം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പം അസംബ്ലിയായി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുത്തരും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഓർക്കണം, ഓരോ മുക്കിനും മൂലയിലും സ്ഥാനാർത്ഥി മോഹികളാണ്. ഒരുത്തരും സീറ്റ് ഇപ്പോൾ എൻ്റെ വാർഡിൽ ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് സീറ്റ് കിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രതികാരം ഞാൻ വീട്ടുന്ന അടുത്ത അസംബ്ലി ഇലക്ഷനാണ്. അത് അടുത്ത ഇലക്ഷൻസിനാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ അവർക്ക് നിയമസഭ തിരിച്ചടിയാവും. അതിനൊക്കെ പരിഹാരം ഇപ്പോഴും ഉണ്ടാക്കി ഒരുമിച്ച് നിന്നൊരു ടീമായിട്ട് വന്നാൽ ഇവർക്ക് അധികാരത്തിൽ. മാത്രമല്ല കോൺഗ്രസിൽ വേറെ വലിയ പ്രശ്നമുള്ളത്. ഇപ്പോൾ ഒരു പുതിയ തലമുറ മിടുക്കന്മാരൊക്കെ വന്ന് ഒരു കാര്യമൊക്കെ നന്നായിട്ട് ഒരു ഫോമാക്കി ഇങ്ങനെയൊക്കെ മത്സരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാന നിമിഷം എല്ലാം മാറും. എന്നിട്ട് കോൺഗ്രസ് അല്ലേ ഇവിടെ ഇത് മതി, ഇതല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത നേതാക്കന്മാർ. ഇത് കോൺഗ്രസ് അല്ലേ, ഇത് മതി എന്നുള്ള ചിന്തയ്ക്ക് ആ ചിന്ത മാറ്റണം. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഈ ദുർഭരണം, ഈ കാരണഭൂതൻ, ഈ K. ദാസൻ ഈ ഭരണം ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതൃത്വം കൂടി അത് ആഗ്രഹിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. ആ ഒരു തിരിച്ചറിവ് കോൺഗ്രസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.